ഗൈസ് സമയം ഇപ്പോൾ രാവിലെ പുലർച്ചെ 5:50. ഇപ്പം ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ തെക്കേ ഗോപുരനട, അതായത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനട. ഇത് 2024 ആദ്യത്തെ വ്ളോഗാണ്. ഞാനിപ്പോൾ തൃശ്ശൂരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് രണ്ട് നല്ല വിചാരിച്ചു, തൃശ്ശൂർ ഇഷ്ടപ്പെട്ട രണ്ട് സ്ഥലങ്ങളിൽ നിന്നായിക്കൂടാ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്. ഇനി ഇവിടേക്ക് കഴിഞ്ഞിട്ട് ഇനി പുത്തമ്പള്ളി കൂടി പോയ ശേഷം എനിക്ക് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകണം. ഇന്നത്തെ നമ്മുടെ വ്ളോഗിന് കണ്ടൻറ്റ് മെയിനാണ്. അത് ഞാൻ എന്തായാലും നേരം കൊടുത്തിട്ട് പറയാം. ശിവേട്ട കാത്തോളനെ മിന്നിച്ചേക്കണേ അങ്ങനത്തെ ചേട്ടത്തിന് കൂടെ. ഓക്കെ, പുത്തമ്പള്ളി എത്തിയ സുഹൃത്തുക്കൾ. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്നത്തെ ആദ്യത്തെ വ്ളോഗാണ്. ചേട്ടാ ഇവിടെയും മിന്നിച്ചേക്കണേ, ഒരു വൻ വിജയമൊക്കെ തരണേ. അപ്പോൾ എന്തായാലും ഇനി ഹോസ്റ്റൽ ബുക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ കോളേജിൻ്റെ ഹോസ്റ്റലിലേക്ക് എത്തണം. എന്തായാലും 6:15 എത്തുമ്പോൾ അത് കഴിഞ്ഞിട്ട് കുളിച്ച് ഡ്രസ്സ് മാറി അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഹോസ്റ്റലിൽ എത്തിയിട്ട് കാണാം. സർപ്രൈസ് ആയോ ഗൈസ്? ഇതാണ് സർപ്രൈസ്. ക്ലീൻ ഷേവ് ആദ്യമായിട്ടല്ല നിങ്ങൾ കാണുന്നത്. എനിക്ക് ആദ്യം ഒരു ചമ്മലുണ്ടായിരുന്നു, ബട്ട് ആസ് എ വ്ളോഗർ ആ ചമ്മൽ പാടില്ല. നമുക്ക് തുടങ്ങാം. ഹേ ലോകമെമ്പാടുമുള്ള എല്ലാ നിവാസികൾക്കും DT2 വ്ളോഗ്സിൻ്റെ ഏകദേശം 23ാമത്തെ വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആൻഡ് ഇറ്റ്സ് എ ന്യൂ ഇയർ എന്ന് പറയാൻ പറ്റില്ല. 2ാമത്തെ മാസമായല്ലോ. ഇത് ഈ 2024 ആദ്യത്തെ വ്ളോഗാണ്. ഓക്കെ, ഈ സൗണ്ട് ബാർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പോണ വണ്ടിയിൽ കോളേജ് ബസ്സിലാണ് പോണത്. നമ്മൾ എറണാകുളം വരെ പോകാനുള്ളൊരു പ്ലാനാണ്. സോ ആ ബസ്സിൽ ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഓൺലി. ഓക്കെ, ഇന്ന് ഞങ്ങളൊരു കോളേജിൽ നിന്ന് ഞങ്ങളുടെ ക്ലാസ് IVക്ക് പോവുക. വൺ ഡേ ട്രിപ്പ്. അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണിത്. അപ്പോൾ കാലത്ത് ആസ് എ ഫ്രഷ് സ്റ്റാർട്ട് ഇറ്റ് സെൽഫ് അമ്പലത്തിൽ നിന്ന് ഞാൻ വന്ന് വിചാരിച്ചു. ആൻഡ് ബൈ ഞാൻ തൃശ്ശൂർ പോകാൻ കാരണമൊന്നുമില്ല. കൂട്ടുകാരനൊന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കാൻ പോയതാണ്. അത് കഴിഞ്ഞപ്പോൾ എന്തായാലും വ്ളോഗ് എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. സോ തുടക്കം തന്നെ അമ്പലത്തിൽ നിന്ന് തന്നെ ആവാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ പോയി പള്ളിയിൽ പോയി. ഇറ്റ്സ് ജസ്റ്റ് ബിലീഫ്. അത് കാരണം എനിക്ക് ഭയങ്കര എനർജി എന്നെടുക്കാം. ഈ കിതപ്പ് നോക്കണ്ട നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഭയങ്കര എനർജി, നല്ല ലൈറ്റിങ്. ഇറ്റ്സ് എ പെർഫെക്റ്റ് ഡേ ഫോർ എ ഫസ്റ്റ് വ്ളോഗ് ഇൻ 2024. ബൈ ഞാൻ സംഭവം കാണിച്ചു തരാം. ഞാനിവിടെ വന്ന ടൈമിലുള്ള കോളേജും ഇപ്പോഴുള്ള എൻ്റെ കോളേജും നല്ല വ്യത്യാസമുണ്ട്. ഞാൻ കാണിച്ചു തരാം. അണ്ണ പോലെ ഇവിടെ പണ്ടൊരു പാറമട തന്നെ ഉണ്ടായിരുന്നു. പാറമടയൊക്കെ പോയി ഇപ്പോൾ നീണ്ട വിശാലമായൊരു ഗ്രൗണ്ടായി. അതേപോലെ തന്നെ നമുക്ക് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനെന്ന രീതിയിൽ അവിടെ ഒരു ഗ്രൗണ്ട് പൊങ്ങിയിട്ടുണ്ട്. ആൻഡ് മോറോവർ നമ്മുടെ കോളേജിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർന്ന് പുത്തനായിട്ടുണ്ട്. പഴയ ഞാൻ വന്നപ്പോൾ കോളേജ് ചോപ്പും വെള്ളയായിരുന്നു. ഇപ്പോൾ കളർ സ്കീമങ്ങ് മാറ്റി ഗ്രേ ആക്കി നൈസായിട്ടുണ്ട്. ഇപ്പോൾ വന്നൊരു ഹൈറ്റ് പൊടിക്കൊരു ഹൈറ്റ് കൂടി കോളേജിൻ്റെ ഗൈസ്. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ പഠിക്കുന്ന കോളേജ്, എൻ്റെ കോളേജ്. കണ്ട കോളേജിൻ്റെ ലുക്കും ഭാവമൊക്കെ ആകെ മാറിപ്പോയി സുഹൃത്തുക്കളെ. ഗൈസ് കണ്ടു, മൊത്തം മാറിക്കുക. ഞങ്ങൾ പണ്ട് ഇവിടെയായിരുന്നു കളിച്ചായിരുന്നത്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് പിള്ളേരാണ്. ബൈ അതിൽ സാറുണ്ട് കേട്ടോ, ഞങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ മെയിനാണ്. ഓക്കെ, എല്ലാമായി മെൽബിൻ സാറേ പൊക്കി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ IVക്ക് പോണേക്കാൾ മുന്നേ മെയിനായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമുണ്ട്. വേറെ ഒന്നുമല്ല, ഫുഡ്. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. 4:30 പോയത് അവിടെ ഹോസ്റ്റലിൽ നിന്ന് തൃശ്ശൂർക്ക്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഏകദേശം ഒരു 8:45 ബസ് വരുമ്പോൾ ലേറ്റ് പോയി. 8:45 ബസ് വരുമ്പോൾ, അപ്പോൾ ബസ് വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡായിട്ട് അങ്ങ് പോവാണ് പ്ലാൻ. ഓക്കെ, അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് ഗൈസ്. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ദോശയും ചമ്മന്തിയും ചട്നി. ഫുഡ് കഴിച്ചാലേ എനിക്ക് ഇനി ബാക്കിയുള്ള എടുക്കാനുള്ള എനർജി വരുള്ളൂ ഗൈസ്. അപ്പോൾ ഇനി കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ IVയുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല നമ്മൾ എവിടെയൊക്കെ പോകണമെന്ന്. എനിക്ക് ആകപ്പാടെ അറിയുന്ന ഒരു കാര്യം, ഒരു ടെക്നോ പാർക്കിൽ ഫാബ് ലാബ് കാണാനാണ് പോണത്. അപ്പോൾ സ്ഥലം കളമശ്ശേരിയാണെന്നറിയാം, ടെക്നോ പാർക്കിലേക്ക് പോകണമെന്ന് അറിയാം. എന്നാൽ അതിൻ്റെ പേര് മാത്രം എന്നോട് ചോദിക്കരുത്, അത് മാത്രം അറിയില്ല. അപ്പോൾ ബസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോവും. ബസ് വരട്ടെ, ഞാൻ അപ്പോൾ വരാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി വന്നു. വണ്ടിയിൽ പെട്ടെന്ന് കയറി, അപ്പോൾ തന്നെ വണ്ടി എടുത്ത് അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. സൗണ്ട് ഇത് വെച്ചിട്ടാണെങ്കിലും എന്താ ക്ലിയർ ആണെന്നറിയാം, കാറ്റടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ആസ് യു ക്യാൻ സി. ആകെ എത്ര പിള്ളേരുള്ളൂ സുഹൃത്തുക്കളെ,
എന്നാലും ഇതിനകത്ത് ചുള്ളം പോലെ ഞങ്ങൾ എൻജോയ്മെൻറ്റ് അടിച്ചിട്ട് വരാം. ഓക്കെ വൈദ്യമായി എന്താണോ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ട് ഭയങ്കര അനുഭവമുണ്ട്. അധികം വൈകാണ്ട് നമ്മൾ ഏകദേശം ഒരു 10 മണി 11 മണി ടൈമിലാകുമ്പോൾ എറണാകുളം ആ സൈഡ് എത്തും. അതൊക്കെ എത്തുന്നിടത്ത് എത്തും. അവിടെ എത്തിയിട്ട് ഞാൻ ഏത് സ്ഥലം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കളമശ്ശേരിയിലുള്ള ഒരു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഫാബ് ലാബാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ദൂരമുണ്ട്, ഒരു 10:45 ആവും ഏകദേശം അവിടെ എത്തും. എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി പറയാം. ഗൈസ് അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ബിൽഡിംഗ് ആണ് ഇത് കാണുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി ആ ബിൽഡിങ്ങിലേക്ക് പോകാനാണ് പ്ലാൻ. മെയിൽ കേസ് ഞാൻ വർണ്ണിക്കണില്ല. നമ്മളിനി റിസപ്ഷനിലൊക്കെ പോയി രജിസ്ട്രേഷനും കാര്യങ്ങളും കഴിഞ്ഞ് ഫാബ് ലാബ് കണ്ട് അതേ വ്ളോഗിൽ ഉൾപ്പെടുത്തി നമ്മളൊരു 1 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു സ്ഥലം കൂടി പ്ലാൻ ഇട്ടിട്ടുണ്ട്, റോബോട്ടിക്സ് ലാബ് പ്ലാൻ ഇട്ടിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ അതും കൂടി കാണാൻ പോകും. അപ്പോൾ നമ്മളിത് ഫാബ് ലാബിലേക്ക് എത്താൻ പോകും. കളമശ്ശേരിയിൽ HMT റോട്ടിൽ കൂടെ പോയിട്ടാണ് ഈ ലാബിലേക്ക് എത്തുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഫാബ് ലാബാണ്. സോ നമ്മളത് ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്താനായിട്ട് വന്നേക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി അവിടെ അകത്ത് പോയിട്ട് കാണാം. ഗൈസ് ഇതാണ് നമ്മൾ വരുന്ന സ്ഥലം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ എൻട്രൻസ് ആണിത്. ഓക്കെ, ഞാൻ നമ്മുടെ അകത്തേക്ക് പോയിട്ട് വരാം. ഗൈസ് അപ്പോൾ നമ്മൾ മറ്റേ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ബിൽഡിങ്ങിൻ്റെ അകത്താണ്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ സെറ്റപ്പ്. റിസപ്ഷനിൽ പോയി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മളിനി അകത്തേക്ക് ഫാബ് ലാബ് തപ്പി പോകാൻ നോക്കാം. ഓക്കെ, എല്ലാവരും ഉണ്ട്, ഇതൊക്കെ കണ്ടിട്ട് വീക്കെൻഡ് മൊത്തം ഞങ്ങളുടെ കൂടെ വന്നവരാ. ഞാനിപ്പോൾ ഡിജിറ്റൽ ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞത് എന്താണ് ഡിജിറ്റൽ ഫാബ്രിക്കേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്കറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡിജിറ്റൽ ഫാബ്രിക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് അതിൻ്റെ ഫൈനൽ ഡിസൈൻ ആവുന്നതിന് മുന്നേ നമ്മൾ അതിനെ അതിൻ്റെ ഡിഫറെൻറ്റ് ഹൈഡ്രേഷൻസ് അടുത്ത് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫാബ് ലാബ് ചെയ്യേണ്ടത് ഒരു ഡയമെൻഷനാണ്. ആസ് എ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് ഫാബ്രിക്കേഷൻ കേരള സ്റ്റാർട്ടപ്പ്. ദി അതർ ഡയമെൻഷൻ ആസ് എ MIT ലാബ്. MIT എന്ന് കേട്ടിട്ടുണ്ടല്ലോ, മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അപ്പം നമ്മുടെ ലോകത്തിലെ കൂൾ ടെക് ഗാഡ്ജറ്റ്സിൻ്റെ എല്ലാം ഒരു ഉത്ഭവം ഇന്നേ MIT എന്നൊക്കെ തന്നെ, MIT അല്ലെങ്കിൽ സ്റ്റാൻഫോർഡ് എന്നൊക്കെയാണ് പലതും ഉരുത്തിരിഞ്ഞ് വരുന്നത്. വെച്ചിട്ട് മെക്കാനിക്കൽ എച്ചിങ് കൂടെ ചെയ്യുന്നതാണ്. ഇത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്താണ്. ഇവിടുത്തെ തന്നെ എഞ്ചിനീയേഴ്സ് സ്പെസിഫിക് രാഹുൽ എന്ന് പറഞ്ഞ നമ്മുടെ പ്രോഗ്രാം ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഹൈഡ്രേഷൻസ് ആണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ഇപ്പോഴത്തെ നിരക്കുള്ള ഫൈനൽ ഔട്ട്. പ്രിന്റിങ് ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് 3D പ്രിന്റിങ് നടക്കുന്നത്? റീറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഗ്യാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡോ ഒക്കെ റീറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. FDM ഒരു നല്ല സൊല്യൂഷൻ അല്ല. കാര്യം FDMൻ്റെ ഈ ലെയേഴ്സിൻ്റെ ഇടയിൽ കൂടി എപ്പോഴും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പം ഈ ഗ്യാസസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. ഇവിടെ റെഡ് കളർ വേണം. ഇതിൻ്റെ ബാക്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ലെയർ വേണം. ഏകദേശം ഒരു 0.2 മില്ലിമീറ്റർ, അതായത് ഒരു 200 മൈക്രോൺ ആക്യുറസിയിൽ നമുക്കിത് കാണാൻ പറ്റും. മാർക്കിൻ്റെ ഹൈ ടെമ്പറേച്ചർ മൂലമാണ് ഇവിടെ ഈ പറയുന്ന മെറ്റീരിയൽ മൂലം നടക്കുന്നത്. അപ്പോൾ അത്രയും പ്രഷറിൽ വരുന്ന വെള്ളത്തിനോടൊപ്പം നമ്മൾ ഈ കംപ്രസിംഗ് മെറ്റീരിയൽസ് കടത്തി വിടുമ്പോൾ
കാരണം ഇത്രയും സ്ഥലത്തോളം ഈ മെഷീൻ പോയി ഓടി കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുക മാത്രമല്ല, ഈ ഒരു ലെവൽ ഓഫ് പ്രസിഷനും ഫിനസും നമുക്ക് ഈ മെഷീൻ വെച്ചിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അത് ഇതിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10 മൈക്രോൺ 15 മൈക്രോൺ അടുപ്പിച്ച് ആക്രോസ് ആണ്. അവിടെ ഇരിക്കുന്നതെല്ലാം അത് ചെയ്ത കുറച്ച് വർക്ക്സാണ് ചെയ്യണം. ഒക്കെ ഇവിടെ കാണുന്ന മെഷീനുകളിൽ സെറ്റ് ചെയ്ത വർക്കാണ് അതുപോലെ ഇതൊക്കെ 3D പ്രിൻറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. ഷാർപ്പ് എഡ്ജസ് മുതൽ എല്ലാതരം മെറ്റീരിയലും ഇതിൽ യൂസ് ചെയ്യാം. ടൂളാണ് കാണുന്നത്. നമ്മളൊരു സ്റ്റേഷനറി വർക്ക് പീസിനെ ടൂൾ ടെക്നിക്കായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇതും ഈ പറയുന്ന പോലെ CNC മെഷീനാണ്. പ്രോഗ്രാം കൊടുത്താൽ മതി എന്ന് അപ്പം ഇത് രണ്ടും സെയിം പർപ്പസ് മീറ്റ് ചെയ്യുന്ന മെഷീൻസാണ്. ഓൺലി ഡിഫറൻസ് ഇതൊരു കോർപ്പറേറ്റ് ഒരു എംഎൻസിയുടെ മെഷീനാണ്. ഇത് ഫാബ് ലാബിൽ നിന്ന് തന്നെ വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പിൻ്റെ പ്രോഡക്റ്റാണ്. ബേസിക്കലി ഇത് PCB പിക്ക് ആൻഡ് പ്ലേസ് മെഷീനാണ്. ഒരു സോൾഡർ ലൈൻ എടുത്ത് വെച്ച് സോൾഡർ ചെയ്ത് ഒട്ടിച്ചൊട്ടിച്ച് ആ സോൾഡറിൻ്റെ പുകയും മണം എല്ലാം വികസിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഒരു സേഫർ ആയിട്ടുള്ള രീതിയിൽ കുറേ കൂടി ഈസിയർ ആയിട്ടുള്ള രീതിയിൽ അത് ചെയ്യാൻ പറ്റും. നമുക്കത് സാധാരണ ഒരു മൈക്രോസ്കോപ്പിനെ പോലെ സൂമും ഫോക്കസും ഒക്കെ നമുക്ക് അതിൻ്റെ നോബ്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ ടെമ്പറേച്ചേഴ്സ് കാണാൻ പറ്റും, എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫാബ് ലാബ് ടൂറ് ഏകദേശം നിങ്ങൾ വീഡിയോ കണ്ട പോലെ തന്നെ ഫാബ് ലാബ് ടൂറ് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് നമുക്ക് വേറെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഫാബ് ലാബിൽ എന്ന് വെച്ചാൽ ഞാൻ പണ്ടൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഫാബ് ലാബിൽ തന്നെയായിരുന്നു. പക്ഷേ അത് നമുക്കൊരു ഒരു മെഷീനെ കാണാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ റോബോട്ടിക്സിൻ്റെ സെക്ഷനാണ് പോയത്. ഇന്ന് മൾട്ടിപ്പിൾ മെഷീൻസ് ഉണ്ട്. വെള്ളം വെച്ച് കട്ട് ചെയ്യുന്ന മെഷീൻ, അതേപോലെ കാർഡ്ബോർഡ് കട്ട് ചെയ്യുന്ന മെഷീൻ, പിന്നെ 3D പ്രിൻ്റർ, പല വേരിയൻറ്റിലുള്ള 3D പ്രിൻ്റർ, ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ വലിയ വലിയ കമ്പനികൾ വരെ, മറ്റേ V-Guard അതുപോലെ കമ്പനികളൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് മെഷീൻസൊക്കെ ഉണ്ട്. 3D പ്രിൻറ്റിങ് മെഷീൻസ് ഉണ്ട്. പിന്നെ അതേപോലെ കൂടുതൽ കട്ടിങ്ങും ഇപ്പോൾ നമുക്ക് ലെയർ വെച്ച് ആഡ് ചെയ്യാന്നുള്ള ടൈപ്പ് മെഷീൻസ് ഉണ്ട്. അതേപോലെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെഷീൻസ് കൂടി ഉണ്ട്. ഇവരുടെ ഒരു സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആണ്, ഹെൽപ്ഫുള്ളാണ്. പിന്നെ ചെറിയ രീതിയിൽ കോസ്റ്റ് ഉണ്ട്. ഇവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് തന്നിട്ടുണ്ട്, ഫാബ് ലാബ് കേരള. അപ്പോൾ നമുക്കതിൽ ഇങ്ങനെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ആവശ്യം എന്താണെന്നുള്ള കാര്യം അവർ വ്യക്തമാക്കി പറഞ്ഞ് നമ്മുടെ ഡിസൈൻ ഫയൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. പിന്നെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾക്ക് വേണ്ട എന്തെങ്കിലും 3D മോഡലായിട്ട് ഇതേപോലെ എന്തെങ്കിലും, ഇതിവിടെ മേശമേൻ്റെ ഓട്ടയെന്ന് കുറച്ചിട്ടാണ്, അതേപോലെ 3D മോഡലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അവരുടെ ID ഇവിടെ മെൻഷൻ ചെയ്ത് തരാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ. പിന്നെ ഒരു സഹായം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടൂർ നിങ്ങൾക്ക് ഒപ്പിച്ചെന്നാൽ എനിക്ക് ലൈക്ക് ബട്ടനും സബ്സ്ക്രൈബ് ബട്ടനും നടിച്ച് തരണം. നമ്മുടെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കും. ഈ പരിപാടി എന്താ പരിപാടി? റോബോട്ടിക്സ്. വീണ്ടും നമ്മൾ കഴിഞ്ഞ വ്ളോഗിലെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു മെഷീനും പിന്നെ റോബോട്ടിക്സാണ് കണ്ടത്. ഈ പ്രാവശ്യം ഫാബ് ലാബിൽ കയറി മൾട്ടിപ്പിൾ മെഷീൻസ് കണ്ടു. ഇനി വീണ്ടും റോബോട്ടിക്സിൻ്റെ സെക്ഷനിലേക്ക് വേറൊരു ലാബിലേക്ക് പോവാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫാബ് ലാബിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ റോബോട്ടിക്സിൻ്റെ ലാബിലേക്ക് പോവാണ്. ഇവിടെ തന്നെയാണ്, വേറെ എവിടേക്കും പോകണമെന്നില്ല, ഇവിടെ തന്നെയാണല്ലേ? ഇവിടെ തന്നെയാണ്. അപ്പോൾ ഈ നമ്മൾ റോബോട്ടിക്സിൻ്റെ ലാബിൽ പോയിട്ട് റോബോട്ടിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് മെഷീനറീസ് കാണാം. ഓക്കെ. നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ലിഡാറാണ്. ലിഡാറാകുമ്പോൾ ഈ കടയായിരുന്നു ഗ്ലാസ്സിനൊക്കെ പാസ് ചെയ്തിട്ടുണ്ട്. ഗൂഗിളിൻ്റെ ഡയലോഗ് ഫ്ലോ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. ഇച്ചിരി വഴി കൊടുത്താൽ പോകാൻ പറയണം. പ്ലീസ് ഗോ. അപ്പോൾ ചെയ്യുന്നത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഓബ്സ്റ്റക്കിൾസ്, അതായത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഓബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ പീസ് ഓഫ് ആർട്ട് ഉണ്ട്, അത് അവിടെ തന്നെയുണ്ട്. ഓക്കെ, ദാറ്റ് വിൽ ബി മാപ്ഡ് ഫിക്സ്ഡ് ആയിട്ട് അത് മാപ്ഡ് നോ ഇഷ്യൂ. ദെൻ ഡൈനാമിക് ഓബ്സ്റ്റക്കിൾസ്, എനി പേഴ്സൺ കമ്മിങ് ഇൻ ബിറ്റ്വീൻ, അങ്ങനത്തെ എല്ലാ ഓബ്സ്റ്റക്കിൾസും. മോനെ ഭീമകരമായ കൂടി
ഇവിടെ റോബോട്ടിക്സ് ലാബിൻ്റെ ഇടയിൽ കുഞ്ഞൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു റൂം വിത്ത് നാച്ചുറൽ ഡൈലൈറ്റ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് അതിൽ. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ റോബോട്ടിക്സും അതുപോലെ ഫാബ് ലാബും കണ്ടൊരു ഫോട്ടോയും എടുത്ത് ഇറങ്ങിയപ്പോൾ എൻ്റെ മക്കളെ ജാതി വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ജാതി വെയിൽ പൊരിഞ്ഞ് കരിഞ്ഞ് ഇല്ലാണ്ടാവും, കത്തിയില്ലാണ്ടും ടാനടിക്ക് തൊപ്പി വെച്ചുകൊണ്ട് കുറച്ച് എസ്കേപ്പ് ചെയ്യാം. പക്ഷേ എന്നാലും മുഖം ഈ മൃദുലമായ മോന്ത കരിവാളിക്കേണ്ടി വരും. ക്ലീൻ ഷേവ് ആയതുകൊണ്ട് നന്നായിട്ട് കിട്ടും. സോ നെക്സ്റ്റ് പ്ലാൻ ഒരു ലുലു എടുക്കുന്നുണ്ട്, പിന്നെ ഫുഡ് അടിക്കണം. ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ വിസിറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യും. അപ്പം ഇനി അടുത്ത സെക്ഷൻ എന്താണെന്ന് നോക്കട്ടെ. ലുലു ആണോ ഫുഡാണോ അറിയില്ല, എന്തായാലും ഫുഡ് മുഖ്യം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ നിലവിൽ ലുലു മാളിലാണ് ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലു മാളിൽ ഞങ്ങൾ ഉണ്ട് മറ്റേ ഫാബ് ലാബിൽ നിന്ന് ഇറങ്ങി ഫുഡ് അടിക്കാൻ ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചു, ലുലു മാളിൽ പോകണമെന്ന് വിചാരിച്ചു. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോൾ സ്ലിഫ്റ്റായി. കാരണം പാണക്കാറ ബ്ലോക്ക് പറഞ്ഞ അമ്മാതിരി ബ്ലോക്ക്. ഞങ്ങൾക്ക് വണ്ടി നിന്നൊന്നും അനങ്ങിയിട്ടില്ല. അപ്പം ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലു മാളടുത്ത് തന്നെയായിരുന്നു പാർക്ക് ചെയ്യാൻ. വേറൊരു ഗ്രൗണ്ടിലുണ്ടെങ്കിൽ വണ്ടി പാർക്ക് ചെയ്ത് വന്നിട്ട് പറഞ്ഞു സ്പ്ലിറ്റായി. പകുതി വേറെ കൂടെ വന്നവർക്ക് എക്സ്പ്ലോറത്തേക്ക് പോകാൻ പറഞ്ഞു. എന്നാൽ അതിനപ്പോൾ വണ്ടി അടുത്ത് ചെല്ലാൻ പറഞ്ഞു. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്, എൻ്റെ മെയ്റ്റിക് ഫ്രണ്ട്സ്, അപ്പോൾ അവർ കൂടിയിട്ട് ഒരു തൊട്ടടുത്തുള്ളൊരു കോഫിയാറുള്ളൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് കഴിച്ച് ബാക്കിയുള്ളവരെ ഇവിടെ ലുലുവിലും അവിടെ ഇവിടെയൊക്കെ കറങ്ങി കഴിച്ചു. കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്നിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഇവിടെ ലുലുവിലേക്ക് തിരിച്ചു വരാൻ വരും. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവരെവിടേക്കോ പോയി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ പോസ്റ്റർ ലുലു. ഗൈസ്, ഇവരെ നോക്കിന്ന് അവരെന്നെ പറ്റിച്ചു. ഞാനവിടെ പോസ്റ്റായിട്ടിരിക്കും, ഇവരപ്പുറത്തെ വഴി ഇറങ്ങിപ്പോയി. ഇതിപ്പോൾ ഇവിടെ സെക്കൻഡ് ഫ്ലോർ, ലുലുവിലും സെക്കൻഡ് ഫ്ലോർ ഓരോ ഫ്ലോറും കയറിയിട്ട് ഓരോ കടകൾ കയറിയിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടാക്കിയോ. ഇതേ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് എന്നെ ഒറ്റക്കിട്ട് പോയത്. ഞാനവിടെ ബോറടിച്ച് വായി നോക്കിയിരിക്കും. അപ്പോൾ ഇതാ പോണു എൻ്റെ കൂടെ വന്ന് ബാക്കി എൻ്റെ ഫ്രണ്ടിലിട്ടാ. ഓക്കെ, ഞാൻ ലുലു മാളിൽ സെക്കൻഡ് ഫ്ലോർ. കണ്ടിട്ടുണ്ടാവും, കാണാത്തവരായിട്ടാരും ഉണ്ടാവില്ല, ചുമ്മാ കാണിക്കണമെന്നില്ല. കുറ്റങ്ങൾ രണ്ടെണ്ണമാണ് എന്നെ വഴിതെറ്റിച്ചത്. രണ്ടെണ്ണം എന്ത് ചെയ്യാനാ അവസ്ഥ. ഓരോ എസ്കലേറ്റർ മാറി കയറിയപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ചെല്ലിൽ നടക്കണം. വിത്ത് താറ്റ് രണ്ടെണ്ണം. ഓക്കെ ഗൈസ്, ലുലു മാളിലെ പുറത്തെത്തി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂടെ നടന്ന് വന്ന വഴി മറന്നുപോയി. വേറെ ഏതൊരു എൻട്രൻസിൽ കൂടെ കയറി വന്ന് ഇപ്പോൾ വേറെ ഏതൊരു ഭാഗത്ത് വന്ന് എത്തി. ഇപ്പോൾ ലുലു മാളിലെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ് പാർക്കിങ് അവരൊക്കെ ബസ്സിൻ്റെ അവിടെ എത്തി. ഞങ്ങൾ ഇപ്പോഴും ലുലുവിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നോക്കട്ടെ, ബസ്സിലെത്തിയിട്ട് ബാക്കി പറയാം. ഹേയ് ഗൈസ്, ഞാൻ തിരിച്ച് ഹോസ്റ്റലിലെത്തി. ഞാൻ നമ്മുടെ IV ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തിരിച്ച് ഹോസ്റ്റൽ റൂമിലെത്തി. ഞാൻ വഴിയിൽ നിന്ന് വ്ളോഗ് എടുക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ചാർജ് തീരണേക്കാൾ മുന്നേ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് മിനിറ്റ് ഞാൻ ഒന്ന് ഇരിക്കട്ടെ, കാര്യം ബസ്സിൽ നിന്ന് തുള്ളിക്കാതെ എടുക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ IV ഫാബ് ലാബ് വിസിറ്റും അതേപോലെ റോബോൻ്റെ ലാബും അതേപോലെ ലുലു മാളും കണ്ടു കഴിഞ്ഞു. എനിക്ക് ലുലു കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല. ഒന്ന് വഴി തെറ്റിപ്പോയി, 2 തിക്കും തിരക്കും പെട്ടുപോയി, 3 നമുക്ക് സമയപരിമിതി ഉണ്ടായിരുന്നു. പെട്ടെന്ന് 4 മണിക്ക് എത്തിയിട്ടും പകുതി പിള്ളേർ വഴി തെറ്റിപ്പോയി. അതിൻ്റെ ഇതിൽ അവർ തപ്പാൻ പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ വ്ളോഗ് എടുക്കാൻ പറ്റില്ല. പിന്നെ ചാർജ് ഇഷ്യൂ, അതുകൊണ്ട് പിന്നെ ഞാൻ എൻഡ് ചെയ്യണമല്ലോ നമുക്ക് വ്ളോഗ്. അപ്പോൾ അതിന് വേണ്ടി ചാർജ് മാറ്റി വെച്ച് 5% ഉള്ളൂ. രാവിലെ 4:30 100 എടുത്തിട്ട് പോയതാണ്. ഇപ്പോൾ 5% ഉണ്ട് ബാക്കി. ഇത് ഞാൻ 2 ദിവസം മുന്നേ ഉറപ്പിച്ചിട്ടൊരു കാര്യമാണ് വ്ളോഗ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ആ ഒരു ഡെഡിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മേ ബി യൂട്യൂബ് ഭയങ്കര ഡൗൺ ആയിരുന്നു, എനിക്ക് ഒന്നുകൂടി പൊങ്ങി വരാൻ സമയമെടുക്കും. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് എൻ്റെ എന്താ പറയുക ഒരു ഗ്രേറ്റ് സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ മുഖം കണ്ടിട്ട് ടാനടിച്ച് ഒരുമാതിരിയായി, വേർത്ത് ഒലിച്ചിരിക്കും. ഇനി കുളിക്കണം, ഈ ഡ്രസ്സൊക്കെ കഴുകിയിടണം, ഹോസ്റ്റൽ ജീവിതമല്ലേ. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടിക്കോ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ വലിയ ഇവിടേക്കൊക്കെ എത്തുക, സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുക. അപ്പോൾ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഗൈസ്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് IV വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഏതോ പ്രാവശ്യം പറഞ്ഞു അല്ലേ, അല്ലേ പോട്ടെ. അപ്പോൾ ബൈ. അടുത്ത വ്ളോഗ്
പെട്ടെന്ന് വരാൻ ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളും പ്രാർത്ഥിച്ചു. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ